ഒന്നും രണ്ടും UPA സർക്കാരുകളുടെ കാലത്ത് കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഒരു നറേറ്റീവ്, ഒരു ആഖ്യാനമാണ് കാവി ഭീകരത അഥവാ ഹിന്ദു ഭീകരത. ഈ മലേഗാവ് സ്ഫോടന കേസിൻ്റെ വിധി കോടതി പറഞ്ഞതോടുകൂടി ആ ആഖ്യാനം, ആ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ആ നിർമ്മിതി പൊട്ടിപ്പൊളിഞ്ഞു പോകും. പക്ഷെ അത് നമ്മുടെ മാധ്യമങ്ങളടക്കം അതിന് വലിയ പ്രാധാന്യം കൊടുത്തു കണ്ടില്ല. എന്താണ് സാർ ശരിക്കും ആ കേസിൻ്റെ പുറകിലെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ നിരപരാധികളായ ഒരു സന്യാസിനി അടക്കം ഒരു ഇന്ത്യൻ സൈന്യത്തിലെ ഒരു മുതിർന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ദേശസ്നേഹിയായ ഒരു ഉദ്യോഗസ്ഥൻ അടക്കം എങ്ങനെ ആ കേസിൽ പ്രതികളായി? അത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. പ്രശാന്ത് ചോദിച്ചത് ഈ മാധ്യമങ്ങൾ അതിനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങളുടെ കാര്യത്തിൽ ശരിയാണ്. ദേശീയ മാധ്യമങ്ങൾ അതിനെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഭാരതത്തിൻ്റെ നിലനിൽപ്പിനെ വെല്ലുവിളിക്കാനുള്ള അജണ്ടയുമായിട്ട് തുടങ്ങിയ ഒരു പരിശ്രമമാണ് ഈ കാവി ഭീകരത സൃഷ്ടിക്കാൻ നോക്കിയത്. നമുക്കറിയാം, അതിന് പല തലങ്ങളുണ്ടായി. രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ചെന്ന് അവിടുത്തെ അംബാസഡറുമായിട്ട് സംസാരിച്ചപ്പോൾ അന്ന് പറഞ്ഞു, 2005 മറ്റോ ആണ്, ഇസ്ലാമിക തീവ്രവാദത്തെക്കാൾ ഭയങ്കരമാണ് ഹിന്ദു തീവ്രവാദമെന്ന്. ദിഗ്വിജയ് സിംഗ് ആ ഭാഷയിലാണ് സംസാരിച്ചത്. നമ്മുടെ ചിദംബരം, അതുപോലെ തന്നെ ഷിൻഡെ, ആഭ്യന്തര, ഇവരെല്ലാവരും കാവി ഭീകരത എന്ന സംഗതി ഇല്ലാത്തൊരു സാധനത്തെ ഉണ്ടാക്കാൻ വേണ്ടി കണ്ടമാനം കഷ്ടപ്പെട്ടു. ഈ കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ യഥാർത്ഥത്തിൽ പിന്നിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് അന്റോണിയോ മൈന എന്ന് പറയുന്ന ഇറ്റാലിയൻ വനിത സോണിയയാണെന്ന് പറയുന്നതിന് യാതൊരു സംശയവും വേണ്ട. സോണിയയുടെ കയ്യിലേക്ക് ഭാരതത്തിലെ കോൺഗ്രസിൻ്റെ അലകും പിടിയും എത്തിക്കഴിഞ്ഞപ്പം സോണിയ കൃത്യമായി ഒരു ഹിന്ദു വിരുദ്ധ അജണ്ട, ഭാരത വിരുദ്ധ രാഷ്ട്രീയം, ഭാരതത്തോട് ഒരു പ്രതിബദ്ധതയില്ലാത്ത വ്യക്തി നിലയിൽ അങ്ങോട്ട് പോയതിൽ കുറ്റം പറയാനുമില്ല. കുറ്റം പറയാനുണ്ടെങ്കിലും അത് സ്വാഭാവികമാണെന്ന് വേണം കരുതാം. ഏറ്റവും പ്രധാന വഴിത്തിരിവുണ്ടാവുന്നത് സമയത്തിനുള്ളിൽ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ പരിമിതപ്പെടുത്തുക. 2004 തെരഞ്ഞെടുപ്പിൽ 137 സീറ്റ് കിട്ടിയ BJP-ക്കാട്ടിൽ കേവലം 8 സീറ്റ് മാത്രം കൂടിയത് കിട്ടിയത് കോൺഗ്രസ്, സോണിയ കോൺഗ്രസ്. അവരുടെ പ്രതിനിധിയെ പ്രധാനമന്ത്രിയാക്കിയ ചരിത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നത്. ആ പ്രധാനമന്ത്രി പദം കോൺഗ്രസിന് വേണ്ടി തിരിച്ചു പിടിച്ചതിന് മൻമോഹൻ സിംഗിലൂടെ ഭരണം തൻ്റെ കയ്യിൽ കൊണ്ടുവന്നതിന് സോണിയയെ സഹായിച്ച ശക്തികളായിരുന്നു ചൈനയും പാകിസ്ഥാനും അമേരിക്ക ഉൾപ്പെടുന്ന പാശ്ചാത്യ ശക്തികളും. പിന്നീട് നാം കാണുന്നത് ഇവരോരോരുത്തരും ചെയ്ത സഹായത്തിന് കണക്ക് പറഞ്ഞു കൂലി വാങ്ങിക്കുന്ന കണ്ടത്. ആണവ കരാറ് അമേരിക്കയ്ക്ക് വേണ്ട രീതിയിൽ ഒപ്പിടാൻ തയ്യാറായി. ചൈനയുമായിട്ട് വ്യാപാര ബന്ധങ്ങൾ വളർത്തി. പാകിസ്ഥാനോടും വ്യാപാര ബന്ധങ്ങൾക്കപ്പുറം വേറൊരു കാര്യമുണ്ടായിരുന്നു. പാകിസ്ഥാനും ചൈനയും ആഗ്രഹിക്കുന്നത് പോലെ ഭാരതത്തിന്റെ പ്രതിരോധ രംഗത്ത് ബോധപൂർവം വിള്ളൽ വരുത്തി. അതിർത്തിയിൽ വേണ്ട ഒരുക്കങ്ങളിലായിരുന്നു. അടിസ്ഥാന സൗകര്യം വളർത്താൻ ശ്രമിച്ചില്ല. ഏക്കാനിന്റെ പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ട്. യുദ്ധസാമഗ്രികൾ, പ്രതിരോധ സാമഗ്രികൾ വാങ്ങിക്കുന്നതിൽ അലംഭാവം കാണിച്ചു, മെയിൻ്റനൻസ് അലംഭാവം കാണിച്ചു. ഒപ്പം തന്നെ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിന് പാകിസ്ഥാനും ഇസ്ലാമിക തീവ്രവാദികൾക്കും വേണ്ടത്ര മൗനാനുവാദം കൊടുത്തു. അതിനിടയിലാണ് ചൈനയുമായിട്ട് കരാർ ഒപ്പിട്ടത്. അവിടെ തന്നെ കാര്യമുണ്ടായി. ആണവ കരാർ ഒപ്പിട്ടപ്പം ഒപ്പിടണമെന്ന് മൻമോഹൻ സിംഗ് ആ ഒരു കാര്യത്തിൽ സോണിയക്കെതിരായിരുന്നു. അത് ഒപ്പിടാതെ നോക്കിക്കോളാമെന്നാണ് സോണിയ ചൈനക്കാർ കൊടുത്ത വാഗ്ദാനം.
മൻമോഹൻ സിംഗ് അക്കാര്യത്തിൽ കട്ടായം പറഞ്ഞു ഒപ്പിട്ടേ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധി IMF-ലും വേൾഡ് ബാങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധി ജോർജ് ബുഷിനോടും അമേരിക്കയോടുമായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചെങ്കിലും അമേരിക്ക തന്നെ സഹായിച്ചു, ചൈനയെ സഹായിച്ചു, പാകിസ്ഥാനെ സഹായിച്ചു. അവരുടെ കടം വീട്ടുന്ന രൂപത്തിൽ അവർക്ക് കണക്കിന് കൊടുത്തു സോണിയ ഭരണകൂടം. അതിനിടയ്ക്ക് അവർക്കൊരു കാര്യം ബോധ്യമായി. അടൽ ബിഹാരി വാജ്പേയിയും ലാൽകൃഷ്ണ അഡ്വാനിയും അടക്കം ദേശീയ പക്ഷത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കൾ ഭാരതത്തിൽ അധികാരത്തിലെത്തിക്കഴിഞ്ഞു. ചെറിയ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഭാരതം തിളങ്ങുന്ന സാഹചര്യം വന്നു. അപ്പം 2014 തെരഞ്ഞെടുപ്പിന് അധികാരത്തിൽ വരണമെന്ന് എന്തെങ്കിലും മോഹമുണ്ടെങ്കിൽ ദേശീയതയുടെ ശക്തികളെ തകർക്കണം എന്ന ബോധ്യം ഉണ്ടായതിൻ്റെ സാഹചര്യത്തിലാണ് മറ്റെല്ലാ കാര്യങ്ങൾക്കും ഞാൻ പറഞ്ഞ പോലെ വിധേയത്വത്തിനൊക്കെ അപ്പുറമായിട്ട് ഒരു പരിശ്രമം നടത്തി കാവി ഭീകരതയെ സൃഷ്ടിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് പോയത്. ആ തീരുമാനം പോയ ശേഷം പിന്നീട് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരുന്നു. ഏതാണ്ട് ആ തീരുമാനത്തിന് മുമ്പാണ് ഒന്നാം മാലേഗാവ് സംഭവം. അതിൻ്റെ പ്രതികളെ പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാണ്. ആ പ്രതികളെ ഫോറൻസിക് വിദഗ്ധന്മാർ പരിശോധിച്ചതിന് രേഖകളുണ്ട്. ആ പറഞ്ഞ അന്ന് ചെയ്ത PM മോഹൻ എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥൻ ആവർത്തിച്ച് പറയുന്നു, രേഖാമൂലം പുറത്തുവിട്ടിരിക്കുന്നു, പുസ്തകങ്ങളിലുണ്ടത്. അതിൽ ആദ്യം പിടിച്ച പ്രതികൾ ഇസ്ലാമിക തീവ്രപക്ഷത്തിൻ്റെ പ്രതികൾ യഥാർത്ഥ പ്രതികളായിരുന്നു എന്ന്. അന്ന് ATS-ന്റെ ചുമതല ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത് സ്തോഗി എന്നാണ് തോന്നുന്നു, അങ്ങനെ എന്തൊരു പേരാണ്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പിടിച്ച പ്രതികൾ കുറ്റക്കാരാണെന്നാണ്. പക്ഷെ പെട്ടെന്ന് അന്തരീക്ഷം മാറുകയാണ്. അന്തരീക്ഷം മാറുന്നു എന്ന് പറയുന്നത് ശരത് പവാർ സോണിയയുടെ കൂട്ടുകക്ഷിയാണ്. അതെ, മഹാരാഷ്ട്രയിൽ നിന്ന് കോൺഗ്രസ് NCP ആണ് ഭരിക്കുന്നത്. പാർട്ടി മീറ്റിംഗിൽ ശരത് പവാർ ആവശ്യപ്പെടുന്നു, എല്ലാ കേസുകളിലും ഇസ്ലാമിക പക്ഷത്തെ മാത്രം പിടിച്ചാൽ പോരാ, ഹിന്ദുക്കളെയും കേസുകൾ പിടിക്കണം എന്ന് പറഞ്ഞു. അത് തന്നെ വിചിത്രമായൊരു സംഗതിയല്ലേ. നാട്ടിൽ മോഷണം ഉണ്ടായാൽ, അടിപിടി ഉണ്ടായാൽ പ്രതികളെയല്ല പിടിക്കേണ്ടത്. അതെ, അല്ല പ്രതികൾ ഇവനും വേണം, സമുദായം തിരിച്ച് അല്ല കോട്ടയക്കാരനും വേണം, ആലപ്പുഴക്കാരനും വേണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം പാലിക്കാൻ വേണ്ടിയാണ് RR പട്ടീലായിരുന്നു തോന്നുന്നു ആഭ്യന്തരമന്ത്രി. അവര് ഇനിയും അങ്ങനെ ആവട്ടെ തീരുമാനിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഹേമന്ത് കർക്കറെ എന്ന് പറയുന്ന ആളെ ATS-ന്റെ തലവനായിട്ട് കൊണ്ടുവരുന്നത് 2007. അതിനുശേഷമാണ് മാലേഗാവ് മാത്രമല്ല, മാലേഗാവ് 1, മാലേഗാവ് 2, 2006, 2008 സ്ഫോടനങ്ങൾ, അജ്മീറിലേത്, പിന്നെ സംജോത എക്സ്പ്രസ് കേസിനെ തന്നെ കൃത്യമായിട്ടും പാകിസ്ഥാനികളായ പ്രതികളെ എനിക്കൊന്ന് ചണ്ഡീഗഡിൽ നിന്ന് ഡൽഹിക്ക് യാത്രാമധ്യം പിടിച്ചതാണ്. ആ പിടിച്ച പ്രതികളെ തിരിച്ചുവിട്ടു. അതിനപ്പുറം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഒരു നേരത്തെ പറഞ്ഞ കാവി ഭീകരതയുടെ സാഫ്രൻ ടെററിസത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനുവേണ്ടിയുള്ള നീക്കമായി പിന്നീട് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം പറയാൻ സമയമില്ലെങ്കിലും ഒരു കാര്യം കൂടി എടുത്തു പറയുക. ഡോക്ടർ മോഹൻ ഭഗവത്തിനെ, ഇന്ദ്രേഷ് കുമാറിനെ ഒക്കെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നീക്കമുണ്ടായി. മാലേഗാവ് 2ാമത്തെ കേസിൽ പ്രതികളാക്കിക്കൊണ്ട്. പ്രതികളാക്കിയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പേര് മറന്നു. ഒരു മുസ്ലിം ATS ഉദ്യോഗസ്ഥനെയാണ് ഈ ചുമതല ഏൽപ്പിച്ചത്, സബ് ഇൻസ്പെക്ടർ. അദ്ദേഹത്തെ ആ ജോലി ഏൽപ്പിച്ചിട്ട് പേര് ഓർക്കുന്നുണ്ടോ? അദ്ദേഹത്തെ ആ ജോലി ഏൽപ്പിച്ചിട്ട് 10-12 പേരെ കൂടെ കൊടുത്തു, വേണ്ടത്ര രഹസ്യ ഫണ്ടും കൊടുത്തു. അന്വേഷിക്കാൻ പോയ വഴിക്ക് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹം ആ ശ്രമത്തിൽ നിന്ന് പിന്മാറി. ആരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞെന്നറിയുമോ? രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഇന്നത്തെ സർസംഘചാലക് ഡോക്ടർ മോഹൻ. അന്ന് അദ്ദേഹം സർക്കാർ വ്യവഹാരം സർക്കാർ വ്യവഹാരമായിരുന്നു അദ്ദേഹം. അത് എനിക്ക്
ഓർമ്മക്കുറവെന്നാണ്. വേറെ 3 പേരെ പറഞ്ഞിരുന്നു. ഒന്ന് ഒരു ദിലീപ് ഭത്തിദാർ, 2 ഒരു സന്ദീപ് ദാംഘെ, 3ാമത്തെ ആള് റാംജി കൽസറെ. ഈ 3 പേരും സാധാരണ വ്യക്തികളാണ്, വലിയ പ്രഗത്ഭരൊന്നുമല്ല. അങ്ങനെ 4 പേരെ അറസ്റ്റ് ചെയ്യാനാണ് ഇദ്ദേഹത്തെ ചുമതലയേൽപ്പിച്ചു വിട്ടത്. അദ്ദേഹം അത് ചെയ്തില്ല. അറസ്റ്റ് ചെയ്യാനാണോ കസ്റ്റഡിയിലെടുക്കാനാണോ എന്തായിരുന്നു ലക്ഷ്യമെന്ന് ഇന്ന് എനിക്ക് സംശയമുണ്ട്. ആ സംശയത്തിൻ്റെ കാരണം ഞാൻ പറയാം. കാരണം വേറൊന്നുമല്ല, പിന്നീടാണെങ്കിലും ഇദ്ദേഹമല്ല, പിന്നീടാണെങ്കിലും ATS 3 പേരെ അറസ്റ്റ് ചെയ്തു. എന്തോ കാരണം കൊണ്ട് മോഹൻജി ഭഗവത്തിനെ അറസ്റ്റ് ചെയ്തില്ല, ഒഴിവാക്കി. അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ 3 പേരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പ്രശാന്ത് അങ്ങൊന്ന് അന്വേഷിക്കുക. അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്, കസ്റ്റഡിയിലെടുത്ത 3 പേരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഭരണകൂടത്തിന് പറയാൻ കഴിയുന്നില്ല. സന്ദീപ് ഡാംഗയും റാംജി കൽസറെ നടന്നു, അദ്ദേഹവും മിസ്സിംഗ് പേഴ്സണലായിട്ടാണ് ഇന്ന് പോലീസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ 17 വർഷം മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ഇന്നും മിസ്സിംഗ് പേഴ്സൺ ആയിട്ടല്ല, അവരെ കൊല്ലപ്പെട്ടു എന്നാണ് അവരുടെ കുടുംബവും സമൂഹവും വിശ്വസിക്കുന്നത്. ഇനിയും ദിലീപ് ഭത്തിദാറിന്റെ കാര്യത്തിലാണെങ്കിൽ അത് കോടതിയിൽ വന്നു. കോടതിയിൽ വെച്ച് ദിലീപ് ഭത്തിദാറിന്റെ ഭാര്യ ഒരു ചോദ്യം ചോദിച്ചു. നമ്മൾ ഓർക്കണം, 3 വയസ്സുള്ള കൈക്കുഞ്ഞ്, അവനിന്ന് യുവാവായി, അവൻ്റെയും ഈ അമ്മയുടെ മുമ്പിൽ വെച്ച അർദ്ധരാത്രിയിൽ സാക്ഷിയാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയതാണ്. പ്രതിയാണെന്ന് പറഞ്ഞല്ല, മറ്റു 2 പേർക്കും പ്രതിയാക്കാൻ ലക്ഷ്യമുണ്ടായിരുന്നു. സാക്ഷിയാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയതാണ്. അങ്ങനെ കൊണ്ടുപോയ ആളിൻ്റെ കാര്യം ഭാര്യ കോടതിയിൽ ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതി, എന്നോട് പറയൂ, ഞാനിനി കോടതിയിൽ സമർപ്പിക്കുന്ന രേഖകളിൽ ദിലീപ് ഭത്തിദാറിന്റെ ഭാര്യ എന്നാണോ എഴുതേണ്ടത്, അതോ ദിലീപ് ഭത്തിദാറിന്റെ വിധവ എന്നാണോ എഴുതേണ്ടതെന്ന് മനസ്സിലാക്കൂ. അവിടെ അറിയേണ്ട ഒരു കാര്യം, ഇന്ദിരയും അച്യുതമേനോനും കെ കരുണാകരനും ഭരിച്ച കാലത്ത് അടിയന്തരാവസ്ഥക്കാലത്ത് രാജനെ ഇല്ലാതാക്കിയതിന് തുല്യമായ സംഭവം സോണിയയും ശരത് പവറും കൂടെ ആ മാലേഗാവ് കേസുമായി ബന്ധപ്പെട്ട് പിടിച്ച 3 പ്രതികളുടെ പേരിൽ സംഭവിച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു പക്ഷേ ആ നടപടിയുടെ ലക്ഷ്യം അതൊരു മുസ്ലിം ഉദ്യോഗസ്ഥനെ പണമേൽപ്പിച്ച്, ആളുകളെ ഏൽപ്പിച്ച് പിടിക്കാൻ, ഡോക്ടർ മോഹൻജി ഭഗവത്തിനെ 3 പേരെയും പിടിക്കാൻ നടത്തിയതിന് പിന്നിലെ ലക്ഷ്യം ഒരു പക്ഷേ ഡോക്ടർ മോഹൻജി ഭഗവത്തിനെ കുറിച്ചും ഇന്ന് ആളുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്ത ഉണ്ടാക്കുന്നതിനായിരുന്നോ, അദ്ദേഹത്തെയും ഇല്ലാതാക്കാനായിരുന്നോ ഈ പദ്ധതി? ഒരു പക്ഷെ ഇല്ലാതാക്കിയിട്ട് അതാ മുസ്ലിം ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച്, അല്ലെങ്കിൽ കൂടെ പിടിച്ചുകൊണ്ടിരുന്ന തലയിൽ കെട്ടിവെച്ചിട്ട് മോഹൻജി ഭഗവത്തിനെ ഇല്ലാതാക്കിയതിൻ്റെ പേരിൽ ഭാരതത്തിലൊരു വർഗീയ കലാപം. ഓർക്കണം, മുസ്ലിം ഉദ്യോഗസ്ഥൻ എത്ര ഏറ്റവും ഉദ്യോഗസ്ഥന്മാർ വേറെയാണ്. വളരെ നീചമായ ഗൂഢാലോചന. എൻ്റെ സംശയം അത് തന്നെയാണ്. ഈ സമയത്തും ചർച്ച ചെയ്യാൻ നമുക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. തീർച്ചയായിട്ടും സോണിയ കണ്ടത് ചെറിയ കാര്യമൊന്നുമല്ല. ഒരു ചോദ്യം വരാം, ഇത്രയൊക്കെ ചെയ്യാനുള്ള പ്രാഗൽഭ്യം സോണിയയ്ക്കുണ്ടോ എന്ന്. അതറിയണമെങ്കിൽ ആ സോവിയറ്റ് യൂണിയൻ കാലത്തെ പഴയ KGB അല്ല മിത്രോക്കിൻ രേഖകൾ, പഴയ ചാനലിന്റെ മിത്രോക്കിൻ രേഖകൾ വായിക്കണം. വിക്കിലീക്സ് ഒക്കെ പുറത്തു വിട്ടു. എങ്ങനെയാണ് അന്റോണിയോ മൈനോ ഭാരതത്തിൽ വന്നതെന്ന് അറിയണം, ആരാണ് പ്ലാൻ ചെയ്തതെന്ന് അറിയണം. ആ പ്ലാൻ ചെയ്തിട്ട് ഇവിടെ വന്ന ശേഷം സോവിയറ്റ് യൂണിയൻ ഇല്ലാതായെങ്കിലും വിദേശ രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന തരത്തിൽ ഉള്ളൊരു വ്യക്തിയായിട്ട് വന്നു കഴിഞ്ഞതാണ്. ഓർക്കണം, പല സാഹചര്യങ്ങളും പല കാര്യങ്ങളും വേറെയും പറയാനുണ്ട്. ഇവർ വന്ന ശേഷം സംഭവിച്ച ഓരോരോ മനസ്സിലായി. മഹാത്മാഗാന്ധിയെ ഇല്ലായ്മ ശേഷം എങ്ങനെയാണ് സന്ദർഭം മഹാരാഷ്ട്രയിലെ ചിത്പാവിൻ്റെ അവരുടെ കൂട്ടക്കൊലയിലും പിന്നീട് വന്ന സമയങ്ങളിലും കൂടെ ആ ഗോഡ്സെ, ഗാന്ധിയുടെ ശിഷ്യനായിരുന്ന വളർന്നു വന്ന ഗോഡ്സെ ഗാന്ധിയെ കൊന്ന കേസിൽ
അതുമായിട്ട് ബന്ധമില്ലാത്തവരെ പോലും കുറ്റപ്പെടുത്തി പ്രചരണം സംഘടിപ്പിച്ചു വന്നു. അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ഇന്ദിരയുടെ കൊലപാതകത്തിന്റെ പ്രതികളായിരുന്ന വി സിംഗിനെ സത്വം സിംഗിനെയും അതിലൊരാളെ അവിടെ വെച്ച് തന്നെ കൊന്നില്ലാതാക്കിയിട്ട് നാട്ടിൽ കലാപം സൃഷ്ടിച്ച് അർഹിക്കാത്ത തരത്തിൽ എല്ലാ നടപടിക്രമങ്ങളെയും തെറ്റിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയായ രാജീവ് സിഖ് വിരുദ്ധ കലാപത്തിന്റെ രക്ഷകർത്താവായിട്ട് പ്രവർത്തിച്ചതും അവസാനം നേട്ടം കൊയ്യുന്നതും ഒക്കെ കണ്ടറിഞ്ഞ സോണിയയ്ക്ക് ഭാരതത്തിലും ഒരു കലാപം സൃഷ്ടിച്ച് നേട്ടം കൊല്ലുവാനുള്ള ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. തീരെ കുറഞ്ഞത് ആ സാധാരണക്കാരായ 3 പേര് ദിലീപ് പത്തിദറും സന്ദീപ് ബാങ്കയ്ക്കും അതുപോലെ മറ്റേ അദ്ദേഹത്തിനും അവർക്ക് 3 പേർക്കും എന്ത് സംഭവിച്ചു എന്നറിയണം. ഒരു കാര്യം ഓർക്കുക, മാലേഗാവ് കേസിലെ ഇവർ പറയുന്ന ബൈക്ക് കൊണ്ട് വെച്ചെന്ന് പറയുന്ന മുഖ്യപ്രതിയെ ഇദ്ദേഹം മുഖ്യപ്രതിയെ തന്നെ ഇല്ലാതാക്കി. കാരണം ലിങ്ക് വേണ്ട, അത് വേറെ നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും ഇത് ഭാരതം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാവ്യ ഭീകരതയ്ക്ക് നടത്തിയ ശ്രമം അത് ചെറിയൊരു ശ്രമമായിരുന്നില്ല. അത് ഭാരതത്തിലെ ജനങ്ങളുടെ സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഇല്ലാതാക്കി കലാപം സൃഷ്ടിച്ച് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുവാൻ താല്പര്യമുണ്ടായിരുന്ന ഭാരതത്തിന് പുറത്തുള്ള ശക്തികളും അകത്തുള്ള ആ വിദേശ വനിതയുടെ രാഷ്ട്രീയ പ്രസ്ഥാനവും എല്ലാം ചേർന്ന് ചെയ്ത കാര്യമാണെന്നുള്ളതിന് തർക്കിക്കേണ്ട കാര്യമേ ഇല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.